ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. സീൻ വണ്ടി എന്ന് പറഞ്ഞാൽ സീൻ സാധനം കണ്ടതാ. നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ സൈഡാക്കിയിട്ടുള്ള ഇത് കോഴിക്കോടല്ല ദുബായിയാ. ഇതൊന്ന് നോക്ക്, ചാർജർ, ചലഞ്ചർ ബാക്കിലാണ്. നമ്മളെ ഒരു അത്ഭുതപ്പെട്ടു. മതിപറത്ത് ജീവിക്കുന്നതാണ് മക്കൾക്ക് ഒരു അസൂയല്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പം കോഴിക്കോടൊക്കെ പോകുന്ന വഴിയാണ്. അപ്പം നമ്മളൊരു കട്ട ഫാൻ ഉണ്ട്, റിഷാൻ എന്നാണ് പേര്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ ചെക്കനുണ്ട്. അപ്പൊ ചെക്കനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ചെക്കൻ സ്കൂളിലുള്ളത്. ഇപ്പം ഒരു 15 മിനിറ്റ് കൊണ്ട് ചെക്കൻ വരുമായിരിക്കും. സ്കൂൾ വിടാൻ സമയമായി, 4 മണിയായി. അപ്പം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചെക്കൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മള് ചെക്കനെ സർപ്രൈസ് ചെയ്യാൻ പോയെന്ന്. ഒരു മിനിറ്റ്. ഇതാരാ? ഉപ്പയോ? ഓ, അസ്സലാമു അലൈക്കും. എന്താ പേരെന്തായിരുന്നു? നാസർ. ഓൻ എത്ര മണിക്ക് വരും സ്കൂളിൽ നിന്ന്? ആണോ? ഇറങ്ങി എല്ലാരും ഇറങ്ങിക്കോ. നമുക്ക് റിഷാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കൂലേ? ഇതാരാ റിഷാന്റെ? അല്ലാ, ഇതാരാ? മമ്മോ അസ്സലാമലൈക്കും. എന്താ ഈ ഇവിടെ വന്നിട്ട് എനിക്ക് പറയാനുള്ളത്? നീ ഒരു ഫാനിനെ കാണാൻ വന്നല്ലോ. അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ കാര്യം പറഞ്ഞ വരാൻ പോകുന്ന ഫാനിനെക്കാളും ടെൻഷൻ എനക്കാണ്. ഞാനാണോ എന്റെ ഫാൻ, ഓനാണോ എന്റെ ഫാൻ ഞാൻ ആലോചിക്കുന്നത്. അതെന്താ? എനക്കെന്തോ ഞാനിങ്ങനെ കുടുംബ വീടുകളിലൊന്നും കയറില്ല. അപ്പൊ എനക്ക് സ്വന്തമായിട്ടൊരു കുടുംബമില്ലാത്ത പോലെ ഞാൻ ജീവിക്കുന്നു. അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത്. ഈ അപ്പൊ നമ്മളല്ലോ നിങ്ങൾ തന്നെ എന്റെ ഫാമിലി തന്നെ. ഞാൻ പറയുന്നത് ഇങ്ങനെയല്ല. ഈ ഒരു പ്രോപ്പർ കൊച്ചുള്ളതും പെണ്ണുങ്ങളും ഉമ്മമാരും ഉമ്മമാരിലായിട്ടുള്ള ഈ ഫാമിലി, പ്രോപ്പർ ഫാമിലി എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു വീട്ടില് കയറുമ്പോ എനിക്കൊരു, അതായത് നമ്മൾ ജനിച്ചു വളർന്ന ഞാൻ എന്റെ സംശയം ഓനാണോ എന്റെ ഫാൻ അല്ല ഞാനാണോ എന്റെ ഫാൻ. എനിക്കാന്ന് ടെൻഷൻ ഓനെക്കാളും. അങ്ങനൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുറെ കാലമായില്ലേ ഈ എന്റെ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട്. ഞാൻ കുറെ കാലമായില്ല ഇങ്ങനെ വീടുകളിലൊന്നും നമ്മൾ പോയിട്ടല്ലേ. എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മള് ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളെക്കാട്ടി കൂടുതൽ ഇവിടെ എക്സൈറ്റ്മെന്റും സന്തോഷങ്ങളും ഉള്ളതെന്ന് വെച്ചാൽ ഈ ഫാമിലിക്കാണ്. പറയട്ടെ, ഈ ഉമ്മാമാക്കും ഈ കാണാൻ പോകുന്ന ചെക്കനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ചെക്കൻ ഇവരെ കണ്ടിട്ടില്ല. അപ്പൊ ഓന്റെ റിയാക്ഷൻ എന്തായിരിക്കും, ഓനക്ക് എന്തായിരിക്കും തോന്നുന്നത്, ഓന്റെ ഫീലിങ്സ് എന്തായിരിക്കും, ഇവരുടെ ഇതെന്താണ്, ഇവിടെ നമ്മൾ ഫുഡ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യം. അറിഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കും. ഓനെ അറിഞ്ഞിട്ടുണ്ട് എന്ത് ആരോ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല. കാരണം അവന് വേറെ ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല. നേരെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ പോയത്. അപ്പൊ ബാക്കി നമുക്ക് കാണാം. പൊങ്ങായിരിക്കും മമ്മൊരു പൊങ്ങാണ്. ഒരു പൊങ്ങണ്ട് പറയുന്നത് കിങ്ങാണ്. ഷമീർ പറയുന്നത് പൊങ്ങാന്ന്. നിങ്ങൾ പറയാം എന്താന്ന് ശരിക്കും. ഫുട്ബോൾ കളിക്കാൻ പോയി. എന്താടാ
നാളോ വീഡിയോ മുഖായിട്ട് നോക്കിയേ പാവള ശരിക്കോ മമ്മൂന്റെ റിയാക്ഷൻ എല്ലാവരും വിടാനില്ല അതിനെ കുറിച്ച് സംസാരിക്കും സന്തോഷം പിന്നെ സന്തോഷം കൂടെ അല്ലേ നോക്കടാന്ന് പോകണ്ട നിന്റെ ഫാനാന്ന് പറഞ്ഞ എന്താ പറയാനുള്ള തിരിച്ച് ആ ഫാനാന്ന് പറയുമ്പോ തിരിച്ചു സംസാരിക്കണ്ടേ സംസാരിക്കേ നന്ദന ബാ എന്തോ അവന് സംസാരിക്കേണ്ടെന്ന് ബാ ചെക്കനെ ഫോളോ ചെയ്യാത്ത ചെക്കന്റെ വിഷമം അവനെ ഫോളോ ചെയ്താലോ നമുക്ക് റിഷാനെ ഫോളോ ചെയ്യാത്താണ് റിഷാന്റെ വിഷമം നമുക്ക് വിഷമം തീർത്തു കൊടുക്കാം ഏതാണ് റിഷാൻ സ്റ്റോറീസ് അല്ലേ അതെ റിഷാൻ സ്റ്റോറീസ് ഫോളോ ബാക്ക് പോരാ ഓക്കെ അല്ല കോഴിക്കോടൻ സൽക്കാർ ഇതാണ് കോഴിക്കോടൻ സൽക്കാർ വെല്ലുമാന്റെ കൈപ്പുണ്യം നമ്മൾ നോക്കാം വെല്ലുമ്മ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയാട്ടെ ഓക്കെ അപ്പൊ ബിസ്മിയും കൂട്ടിട്ട് നമുക്ക് അറ്റാക്ക് കൊടുക്കാം ചിക്കൻ മാമൻ എന്താ പുറത്ത് നമ്മള് ഫുഡ് കഴിച്ചിട്ട് എന്താടാ എന്താ ഓടുന്നത് പച്ചക്കറിയോ പച്ചക്കറി ഓർമ്മ ഉണ്ടോ പച്ചക്കറി ആണോ എടാ നമുക്ക് ഇറങ്ങല്ലേ സമയം എല്ലാരോടും അസ്സലാമു ഓക്കെ ഗൈസ് നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മള് കോഴിക്കോട് ഒന്ന് സൈഡാക്കിയതാണ് മുത്തേ സീം വണ്ടി എന്ന് പറഞ്ഞാൽ സീൻ സാധനം കണ്ടിതാ നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ സൈഡാക്കിയിട്ടുള്ള സീൻ സാധനം എന്ന് പറഞ്ഞിട്ടില്ല ഇതിന്റെ സൗണ്ട് കേൾക്കണം മോനെ ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ സൗണ്ട് കേൾപ്പിച്ചുതരാം രണ്ടെണ്ണം ഒന്ന് ചാലഞ്ചർ ഒന്ന് മറ്റേ ചാർജറും ചാലഞ്ചറും രണ്ട് വണ്ടി വരും എന്താ പറയാ വണ്ടിനെ കുറിച്ച് രണ്ട് വാക്ക് എന്റെ പേരെന്തായിരുന്നു നിങ്ങളാ ചെമ്മോ പിന്നെ മറ്റാളെ ഇത് നിങ്ങളെ സ്വന്തം വണ്ടിയല്ലേ ഇത് ചാർജർ ചെമ്മുവിന്റെ വണ്ടി മറ്റാൾ എടുത്തോ ഇത് സെയ്ദിന്റെ വണ്ടി എന്തായിരുന്നു നിന്റെ പേര് ചാലഞ്ചർ ചാർജർ പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലേ ഹെൽക്കാറ്റ് അല്ല SRT ചാലഞ്ചർ SRT കൂടെ ഉണ്ട് അത് ഇവിടെ ഇല്ല ആ വണ്ടി ഇട്ടിട്ട് സൗണ്ട് കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയതാണ് ഓക്കെ ഗൈസ് നമുക്കില്ല ഇതിന്റെ ഇത് എക്സോസ്റ്റ് സൗണ്ട് നോക്കാം എക്സോസ്റ്റിന്റെ സൗണ്ട് നോക്കാം ചെവി പൊട്ടി മോനെ കാര്യം പറയാല നേരെ നമുക്ക് പോയിട്ട് ഇതിന്റെ ഇവിടെ മൊത്തം ആൾക്കാർ ഇതെന്താ അവസ്ഥ നോക്കി ബീച്ചിൽ സൈഡാക്കിയതാ അപ്പൊ പെട്ടെന്ന് നമ്മളെവിടെ കണ്ടത് എവിടെ കണ്ട മലപ്പുറത്ത് പ്രോഗ്രാമിന് പോലീസ് കേസ് പോല ആ ഓക്കെ പോന്ന ഓക്കെ കാണാം വണ്ടി എടുക്കാം ഓക്കെ എടാ വണ്ടിയുടെ സെറ്റ്
നമ്മൾ വെറുതെ ഇറങ്ങിയതാ, വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാ. ഓക്കെ പോന്ന ശരി, കാണാം. ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് ഒരു റൈഡ് പോവാം. ഇത് ചാർജറാ ചാലഞ്ചറാ? ചാലഞ്ചറിൽ നമ്മളൊരു റൈഡ് പോകാൻ പോയെന്ന്. ഓക്കെ സെയ്ദ് മസൂദിന്റെ ചാലഞ്ചറിൽ നമ്മൾ പൊട്ടുന്ന ചാലഞ്ചറിൽ നമ്മളൊരു റൈഡ് പോകാൻ പോയത്. സീറ്റ് ബെൽറ്റ് ഉണ്ടേ? ചെവിക്ക് ഓർഗാസം. എന്റെ മോനെ ഞാൻ ഒരു കാര്യം വേണ്ടേ, ഞാൻ ഒരു ഉറപ്പുതരാം. ഈ സൗണ്ട് കണ്ടാ, ഇതിനേക്കാളും വലിയ സുഖം വേറൊന്നുമില്ല. വണ്ടികളുടെ കാര്യത്തില് ഇങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. എന്റെ BM ഇതാ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയോട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ സൗണ്ട് എന്തായാലും കിട്ടൂല. ഇത് കോഴിക്കോടല്ല ദുബായിയാ. ചാറ്റ് ഇതൊന്ന് നോക്ക്. ചാർജർ, ചാലഞ്ചർ, ബാക്കിലതാ മറ്റേ ഇത് പ്രാഡല്ലല്ലോ, ഏത് ലാംഗ്വേജ് അത് പഴമുള്ള LC. ഇത് കോഴിക്കോടാ അല്ല ദുബായിയാ? എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തേ. ഇതാണ് ഈ വണ്ടി, നമ്മളിപ്പോ ഇരിക്കുന്ന വണ്ടീന്റെ ടോയ് മോഡലാണിത്. സാധനം കണ്ട. ഓ എന്താ എക്സ്പീരിയൻസ്? ഇങ്ങനെയുള്ള വണ്ടികളിൽ കയറാൻ പറ്റുമോ? ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഓക്കെ നമുക്ക് നോക്കാം. എന്ത് പാച്ചു? പാച്ചുവിനെ പരിചയപ്പെടുത്തിട്ടാ. പാച്ചു വാ. ഇതാണ് പാച്ചു. നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് എപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ മൊത്തം ഇവരാണ് മൊത്തം നോക്കാം. നാട്ടിക്കാൻ പാടില്ല. പേന്റിന്റെ കുടുക്കങ്ങ് പൊട്ടിയിട്ടുണ്ട്. എന്റെ ഫാൻറ്റാണ് ഇവൻ. എന്റെ പാന്റ് കുടുക്കങ്ങ് നോക്കട്ടെ. ഇതെന്താ ചെക്കിലെന്നെ വാടേ? പോയി പാന്റ് മാറ്റിട്ടോ, പുതിയ പാന്റ് പോയി വാങ്ങി ഇട്ടിട്ടോ. ഇവിടെ ഇത് മാളിന്റെ ഉള്ളിലുണ്ടാവും, ഡ്രസ് ഷോപ്പ്. അതിലും വണ്ടിയില് ഡ്രസ് ഉണ്ടോ? എന്നാ ഏതാ പോയി ഇട്ടിട്ടോ. എടാ ഇത് നോക്ക് വണ്ടി നിക്കുന്ന എങ്ങനെയുണ്ട്? നമ്മളെ വണ്ടിയും ഡോഡ്ജും നമ്മളെ വണ്ടി ഒരുമിച്ച് നിൽക്കുന്നിട്ട് എന്താ വന്നു നോക്കടാ. നിന്റെ ഏതായിരുന്നു വണ്ടി? ലാൻസർ. കൊണ്ടുപോവാ മോനെ. ഇതിന്റെ അടക്ക് നിന്റെ ലാൻസർ ഒരു മോഡും ചെയ്യാത്ത ഇതുപോലെയാ. നീ എന്താ പറയുന്ന പോലെ നിന്റെ ഒന്നും ചെയ്യാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്, ഒരു സ്റ്റിക്കർ പോലും ഇല്ല. ഗൈസ് അപ്പൊ നമ്മള് കോഴിക്കോട് നേരെ തൃശ്ശൂരേക്ക് പോയിരുന്നു. ബാപ്പുവാ എടാ സംഭവം ഞാനൊരു കാര്യം പറയട്ടെ, ചങ്ങായിക്ക് വരണം പോലും നമ്മള് വെച്ചു ഭയങ്കര. നമ്മള് കോഴിക്കോട് നിന്ന് പോകുന്നേറ്റ് പാച്ചുവിന് ഭയങ്കര സങ്കടം. പാച്ചുവിന് നമ്മളെ ഒന്നിച്ച് വരണം ഭയങ്കര ആഗ്രഹം. എന്താ ചെയ്യുക? പക്ഷെ വണ്ടിയിൽ സ്ഥലമില്ല. 8 ആൾക്കാരായി. ഇതാ 1 2 3 4 5 6 7 8 ആളായില്ലേ? 8 ആളായില്ലേ നമ്മള്? നമ്മള് വണ്ടിയിൽ 8 ആൾക്കാരെ. എന്ത് ചെയ്യും മമ്മി വരാ? 2 കയറങ്ങ് വാങ്ങുവാ. അതിന്റെ മേലെ 2 പിടിയുണ്ട്, അവിടെ കെട്ടിയിടുക. നീ നിന്റെ പാന്റ് GTR നിസാൻ GTR കണ്ടോ? മുതലേ കണ്ടോ? ഒമാൻ വണ്ടി നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത്. ഇത് കേരള അല്ല, ഇത് സംഭവം ദുബായ് ആണെന്നോ. ഓക്കെ അടുത്ത് GTR let's go. ഓടിക്കോ
GTR ഇരിക്കാൻ എങ്ങനെ ഫീൽ ചെയ്യാനാ? കാലത്ത് ആഗ്രഹമാണ് മുത്തേ. Brother, one day, brother, one day. Inshallah. ഒരു ദിവസം. കാര്യം പറയാം, എനിക്ക് കരച്ചില് വരുന്നതാണ്. കാര്യം പറയാം. എത്ര കാലം ആഗ്രഹം. പറയട്ടെ. സ്വന്തമായിട്ട് G-Wagon, Defender, 2 താറ് എല്ലാം ഉണ്ട്. ടാക്സ് കാർ പിടിക്കുന്നോണ്ടൊന്നും പറയാത്ത എല്ലാം ഉണ്ട്. 4 കമ്പനി, G-Wagon, Defender. കമ്പനിക്കാരുണ്ട്, വേറെ ഒന്നുമില്ല. എടാ മാള് എത്ര മണിക്ക് ക്ലോസിങ്? നമ്മൾ മാളിന്റെ ഉള്ളിൽ പോവാ. GTR എന്നെല്ലാം പറഞ്ഞ ഒരു സ്വപ്നം. ഈ വണ്ടി കാണുമ്പോ ഇമോഷണലാകുന്ന കാര്യം പറഞ്ഞ ഉള്ളിലൊരു ഇതാന്ന് മനസ്സിലായ കാര്യം പറയാ. ഇങ്ങനെ നെഞ്ഞടിക്കുന്നു സത്യം പറയും. ഇത് കാണുമ്പോ ഇങ്ങനെ നെഞ്ഞടിക്കുന്നു മനസ്സിലാ. നമുക്ക് റഷുള്ള ആരും കാണുമ്പോ പേടിയാവൂലേ, നമ്മ നെർവസ് ആവൂലേ, ആങ്സൈറ്റി അടിക്കൂലേ, അതുപോലെ ഇത് കാണുമ്പോ നമുക്ക് ഇങ്ങനെ നെഞ്ഞടിക്കുന്നു. ഇതെന്നെ കാണുന്ന പോലെ, ഇതെന്നെ നോക്കുന്ന പോലെ ഫീൽ ചെയ്യണം എനിക്ക്. GTR baby, let's go. നമ്മള് GTR ഒരു റൈഡ് പോകാൻ പോയെന്ന്. ഞാനുണ്ട്, മമ്മുണ്ട്. മമ്മൂന് GTR എന്താന്ന് വരെ അറിയില്ല. മമ്മു എന്ത് തിന്നുന്ന സാധനം വിചാരിച്ചിട്ട് ഇടം വരെ വന്നത്. കാറ് കണ്ടപ്പോൾ ഡിസപ്പോയിന്റ് ആയി അവിടെ. പിന്നെ ആദിലുണ്ട്. ആദിൽ GTR ഫാനാ സൂപ്പർ ഫാനാ? GTR ഫാനാ. എന്തിന്റെ കൺട്രോള്? തീയിടാനും കാര്യങ്ങളൊക്കെ ഫോണിലോ? ഫോണിലാണ്. ഇതിൽ ഗോൺസില്ല മോഡ് ഓണാക്കിയാണ് തീരാ. ഗോഡ്സില്ല മോഡോ? യെസ്, GTR ഗോൺസില്ല എന്ന ലെവലിൽ പേര്. മോനെ അത് വെറുതെ പറയുന്നല്ലേ ഗോഡ്സില്ലാന്ന്. ശരിക്കും അങ്ങനെ ഒരു മോഡ് ഉണ്ടല്ലേ? ഗോഡ്സില്ല മോഡ്. എന്താ ഒരു സെൽഫി എടുക്കോ? എടുക്കാം. എന്താ പേരെന്താ? അഹല്യ. അഹല്യ. അഹല്യയുടെ സ്ഥലം എവിടെയാ? ആലപ്പുഴയോ? ഇങ്ങോട്ട് നോക്കപ്പാ. ഓക്കെ. ഇതിപ്പോ എവിടുന്ന് വന്നു? ഞാൻ പാഞ്ഞു ഇവിടെ കുറച്ച് മഴ പ്രശ്നമുണ്ടോ? ഇല്ല ഇറങ്ങണോ? അല്ല മഴ പ്രശ്നം ഉണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ്. ഇവരെല്ലാരും എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാ. ഞാൻ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. ശരി, ബൈ. Bro, what the fuck just happened? കാറിന് കീന് ഓടി വന്ന് പേരെന്തായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. എന്താ സംഭവിച്ചത്? ഒന്നപാട് കട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിന്. ഇതെന്താ നടക്കുന്നല്ലേ ജീവിതത്തില്? ഞാൻ GTRല് ബ്രോ ഇപ്പൊ സംഭവിച്ചത്. Brother, what is happening? Brother. മമ്മു ഇതാന്ന് മോനെ GTR.
ഇതാണ് GTR. ഞാൻ ഇപ്പം പറയല്ലേ ബ്രോ ഞാൻ വീട്ടിലത് ആലോചിച്ചു ആ പെണ്ണെന്താ അങ്ങനെ കാണിച്ചേ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ജെൻഡർ റിവേഴ്സ്ഡ് ആണെങ്കിലോ? അതൊരു ആണും ഞാനൊരു പെണ്ണും ആണെങ്കിലോ? അടി കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കൊള്ളാം. എനിക്ക് അതിന്റെ അങ്ങനെ എക്സ്പീരിയൻസ്. ഉമ്മ ഒക്കെയല്ലോ കെട്ടിപ്പിടിക്കലോ ഒക്കെ, പക്ഷെ അതാ ഇത് കേറൂല മൊമെന്റ്. ബ്രോ മമ്മൂന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മുത്തം കിട്ടണം ജീവിതത്തില്. മമ്മൂന് ഒരിക്കലും നടക്കൂല അല്ലെ? അതിലും കിട്ടും മോനെ, കാത്ത് നിക്കുവാ. ഞാൻ നിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ മുത്തം കിട്ടുന്ന കാര്യല്ലേ? എന്നാലും അവളെ സ്ഥലം എവിടെയാന്ന് ചോദിക്കാൻ മറന്നു. അവൾ എന്ത് ചെയ്യുന്നെന്ന് പറയാൻ മറന്നു. ആ ഇതില് ഞാൻ സംസാരിച്ചാ, ഞാൻ മറന്നു പോയതാ. ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയടാ. അപ്പൊ ഓളെവിടെ? ആലപ്പുഴേ? തൃശ്ശൂർക്കാരിയല്ല? എന്താ പേരെന്താ പറഞ്ഞ? അവളെ പേരെന്തായിരുന്നു? അതുല്യ. ഇൻസ്റ്റൈഡിയം വാങ്ങണായിരുന്നു അല്ലേ? അല്ലേ? ഇറങ്ങാം. താങ്ക് യു ഫോർ ദ റൈഡ് ബ്രോ. താങ്ക് യു. എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു GTR എന്നുള്ളത്. നീ വിശ്വസിക്കൂല ജമീറ, നീ വിശ്വസിക്കൂല. ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നീ വിശ്വസിക്കൂല. ഒരു പെണ്ണ് ഓടി വന്ന്, ഞാൻ വണ്ടിയിൽ GTRന്റെ സൈഡിലിരിക്കുന്നു, പാസഞ്ചർ സീറ്റില് ഓടി വന്ന് ജനല് തുറന്നിട്ടുണ്ടായിരുന്നു, വിൻഡോ തുറന്നിട്ടുണ്ടായിരുന്നു. ഓടി വന്നെ കെട്ടിപ്പിടിച്ച് മുട്ടം വന്നു. സത്യോ? നമ്മളെ അത്ഭുതപ്പെട്ട് എന്തിന്? പെണ്ണ് വന്ന് നിനക്ക് പുത്തം തരാനാ കൊടുത്ത് നീ കണ്ടില്ല? ഞാൻ കണ്ട്. എന്നാ വല്ല ബുദ്ധി കുറവുള്ള പെണ്ണായിരിക്കും. നല്ല ബുദ്ധി കുറവുള്ള പെണ്ണായിരിക്കും. അതായത് ഇവന്റെ ഫാനാണ് ശരിക്കും. നിനക്ക് എന്താ സംഭവം? നിനക്ക് 40 വയസ്സായി, പക്ഷെ നീ ഇപ്പം വിർജിനാണ്. അതല്ല നിന്റെ പ്രശ്നം. ഞാൻ ഇത് കണ്ടാ എന്നാലും നീ 40 വയസ്സുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പെണ്ണിനുണ്ടോ? മോനെ, നിനക്ക് ജീവിതത്തില് ഒരു പെണ്ണ് നിന്നെ തൊട പോയിട്ട്, ഉമ്മ ഒക്കെ പോയിട്ട് ഒരു പെണ്ണ് നിന്നെ തൊട പോയിട്ട് നിന്റെ മുഖത്ത് പോലും നോക്കിയില്ല. അതാണ് നിന്റെ പ്രശ്നം അല്ല? അതാണോ? അതിന് നമ്മളെ പറഞ്ഞു അസൂയപ്പെട്ട് കാര്യമില്ല. അസൂയല്ല, അത് പോട്ടെ. വീഡിയോയിലുണ്ടെന്നല്ല പറയാം. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ബുദ്ധി കുറവുള്ളായിരിക്കും. നമുക്ക് നോക്കാം. എന്താടാ പുള്ളി കയറാം. ഇതാണ് സിറ്റി മാർക്കറ്റ്. അവരെല്ലാരും കൂടിട്ടാ കണ്ടിട്ടില്ല. കേട്ടാ എല്ലാരും സമേതം വായിലിട്ടുള്ളൂ. എടാ ഇത് ഭയങ്കര ഉറപ്പാണല്ലോ. ക്യാമറമാനോട് ചിക്കൻ കണ്ടുപോലും ചേർത്ത് എത്ര പീസ് പോവും? എന്നാലും പെണ്ണ് മറ്റേ താഴെ
എന്ത് ആവാ എടുക്കാം എടാ ഒന്ന് മാറിക്കൊടുത്ത എന്താണ് ഇങ്ങനെയെല്ലാം നിൽക്കുന്നത്? ഏതോ ഒരു പെണ്ണ് വന്നെന്തോ കിസ് ചെയ്ത് സംഭവം ശരിയാണ്. എന്തോ ഒരു ഇതിൽ ചെയ്തു പോയി പെണ്ണ്. തന്റെ എക്സൈറ്റ്മെന്റിലാണ്ട് ചെയ്തതാണ്. അതിനിവൻ പ്രണയം എന്നെല്ലാം വിചാരിച്ചിട്ട് നിൽക്കുക. നീ വേണ്ട ഒന്നുമില്ലടാ. ഇതിങ്ങനെ മണ്ട ഏത് പെണ്ണിനെ കണ്ടാലും എന്ത് കണ്ടാലും അങ്ങനൊന്നല്ല മോനെ, അങ്ങനൊന്നല്ല മോനെ. അത് പിന്നെ എടാ ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആവുമ്പോ അതിൻ്റെതായ ഒരു അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ. നിനക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം നിന്റെ മോൻ തന്നെ നിന്നെ കാണാൻ തന്നെ ഇങ്ങനെയുള്ളത് ഇങ്ങനത്തെ ഒരുത്തരാ നീ. നിനക്ക് അസൂയല്ലടാ. ഒട്ടക്കണ്ണാണ്ട് ഇട്ടിട്ട് പച്ചക്കുതിരി ഇറങ്ങി. നിനക്ക് അസൂയല്ലടാ. മെച്യൂരിറ്റി ഇല്ല, അതാ പ്രശ്നം. ആയിരിക്കുള്ളത് അളന്ന് നോക്കട്ടെ. ഇതിങ്ങനെ വരുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അല്ല എനിക്ക് ഞാൻ നീ പറഞ്ഞു ഇങ്ങനെയുള്ള ചെയ്യുന്നുണ്ടല്ലോ എന്തല്ലോ എന്തോ ഒരു സന്തോഷം പോലെ. എടാ എനിക്ക് വന്നാൽ അത് ഉറങ്ങി എണീച്ചാൽ പോകായിരിക്കും. ഇതെപ്പോഴും എനിക്ക് പറ്റുന്നതാണ്. ഇത് ഉറങ്ങി എണീച്ചപ്പോൾ ഒന്നും സംഭവം എനിക്ക് എപ്പോൾ ഇത് വരും. എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടും ഇത് വരും. എല്ലാ പെണ്ണുങ്ങളോടും ചില പെണ്ണുങ്ങളോട് മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരും. അങ്ങനല്ല ഇങ്ങനത്തെ ഞാൻ എൻ്റെ മൈൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു എഫക്ഷൻ അതിനെന്താ പറയുക എഫക്ഷൻ അല്ല വേറെന്തോ വാക്കുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ഇൻഫാക്ച്വേഷൻ. ഇത് ഉറങ്ങി എണീച്ചാൽ പോകും. ഇത് 1 ദിവസം ഉറങ്ങി എണീച്ചാൽ പോകില്ല, 2 ദിവസം ഉറങ്ങി എണീച്ചിട്ട് പോകും. പോയിട്ട് പറയുമ്പോ അതെനിക്ക് അറിയാം. പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ ആ ഫീൽ എടുക്കുക. മനസ്സിലാ എനിക്ക് എന്താണ് എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഇങ്ങനത്തെ മൊമെന്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഞാൻ എതിർക്കാനുണ്ടാവും എൻ്റെ മുന്നിൽ. അതെന്താ അങ്ങനെ? നീ മാത്രം എന്താ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്? എനിക്ക് ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രം നീ എൻ്റെ എതിരാളിയായിട്ട് എൻ്റെ ഒരു ശത്രുവായിട്ട് നീ എനിക്ക് എതിരാളിത്തോ ഇതൊന്നും എനിക്കില്ല. നീ ഇങ്ങനെ മതിപറത്ത് ജീവിക്കുന്നതാണ് മക്കത്തോ ഒരു അസൂയല്ല. നീ വെയിതെറ്റി പോകുന്നതിന്റെ ഒരു സങ്കടം അത് മാത്രമേ എനിക്കുള്ളൂ. നീ അത് വൈതട്ടണമെങ്കിൽ കുറേ പോണം. മനസ്സിലാവും? നീ അത് കുറേ കണ്ടതാണ് വഴികൾ. വഴി വെട്ടി വന്നോനാ. ഇതാണ് ഞാൻ പറയുന്നത്. നീ പ്രതികരിക്കുക. നീ അവിടെ ഇരിക്കുക. എനിക്ക് വലിയ പറഞ്ഞ അല്ല ഒരു പെണ്ണു എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നിട്ട് ഇവനെ എന്നെ കളിയാക്കല്. എന്നിട്ട് ഇപ്പൊ എന്താ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നീ അങ്ങനെ തന്നെ പറയല്. ആ രീതിയിൽ തന്നെ നീ എന്നെ എപ്പം താത്തല്. ഇപ്പൊ എന്തായി? ഇപ്പൊ നിനക്ക് എന്ത് പറയാനുണ്ട്? ആ പെണ്ണ് കണ്ടെന്തോ എക്സൈറ്റ്മെന്റിൽ എന്തോ ചെയ്തു. അത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. എന്തോ ചെയ്തെന്ന് അറിയില്ല. പറ എന്താ ചെയ്ത? എന്തോ ചെയ്തു. അത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. അസൂയ പട്ടി ഉമ്മ വെച്ചു. അതന്നെ അത് വലിയ കാര്യം. അങ്ങനെ പറ. എന്താണ് നിങ്ങൾ ഈ കേസ് എടുത്തിട്ടില്ല? കുറെ സമയം ഇങ്ങനെ നല്ല വാട്ടിച്ച് കാലിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചിക്കൻ തന്നുണ്ട്, അല്ലാണ്ട് ഇങ്ങനെയല്ല. കേട്ടില്ല? എന്താണ് ഇവരെ വീട്ടിൽ നിന്നൊന്നും മാനേഴ്സ് പഠിപ്പിച്ചില്ല തോന്നട്ടോ. വിളിക്കും. ഞാൻ
മറ്റത് അപ്പൊ ഓക്കെ പാച്ചോ എടാ അപ്പൊ ഓക്കെ ബൈ. ആ കുഞ്ഞമ്മേ അപ്പൊ ചെക്കനെ കുഞ്ഞമ്മക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഹായ് കുഞ്ഞമ്മ. ഹായ് സുഖല്ലേ? എന്താ ഒന്നും കേക്കുന്നില്ല, ഇവിടെ ഭയങ്കര തിരക്കാ. അപ്പൊ ശരി കാണാം. ബൈ കുഞ്ഞമ്മ. എടാ കുഞ്ഞമ്മ പറഞ്ഞ ചെറിയ പെണ്ണാലോ അത്. ആ അങ്ങനെ ഓക്കെ. അപ്പൊ ബൈ ഗൈസ്, ബൈ 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 എല്ലാവർക്കും. വലൈക്കും അസ്സലാം. അപ്പൊ ശരി ഗൈസ്, തിരിച്ചെത്തി. അപ്പൊ നമ്മള് തിരിച്ച് MRC ഗ്യാങ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എല്ലാം നല്ല യാത്ര. കൊറേ ഒരു 5-6 ദിവസത്തെ യാത്ര ചെയ്ത പോലെ ഉണ്ട്. കാര്യല്ലേ, കൊറേ ദിവസം ആയ പോലെ ഉണ്ടല്ലേ? കൊറേ ദിവസം ഒന്നും ആയിട്ടില്ല, പക്ഷെ കൊറേ ദിവസം ആയ പോലെ. ഇതെന്ത് വൃത്തികേടാന്നടാ ഈ വീട്. ഒന്ന് വൃത്തിയാക്കി കൂടെ മോനെ. തുറന്നേ താക്കോലെടുത്ത് ഇങ്ങ് വാ.